ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ അണിയാനുള്ള തിരുവാഭരണം കൊണ്ടുപോകുന്ന രഥം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷി ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ സാക്ഷി ടിവി തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. തട്ടി നടക്കട്ടെ ഇരുമുടി കെട്ടും കെട്ടിക്കൊട്ടി പാടിക്കോട്ടെ. അട്ടിത്തട്ടി നടക്കട്ടെ ഇരുമുടി കെട്ടും കെട്ടിക്കൊട്ടി പാടിക്കോട്ടെ. തുമ്മിട്ടും 18 പടി തൊട്ട് കുമ്പിടവേ മനം മഞ്ഞപ്പട്ട് കാട്ടുവഴിയിലൂടെ ഞങ്ങൾ കാൽനടയായി പോരാ, കൂട്ടരുമായി പോരാം, നിൻ പാദം തൊടാൻ പോരാം അയ്യപ്പ. തട്ടി നടക്കട്ടെ ഇരുമുടി കെട്ടും കെട്ടിക്കൊട്ടി പാടിക്കൊട്ടെ. 18 പടി തൊട്ട് കുമ്പിടവേ മരം മഞ്ഞൾപ്പെട്ട്. ഇരുമുടി പുണർവാൻ മകരത്തിൽ ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള രഥം കൊട്ടാരക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. पद्मासना भगवती पद्मनाभ सहोदरी उन्मेषविदितोत्पन्न विपन्न भुवनावलिः सहस्रशीर्षवदना Thank you.
ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര തിരുത്തണമല്ലോ അപ്പൊ എന്നിട്ട് നമ്മള് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങുകൾ എത്തിച്ചേരുന്നു. തിരുമന്ദിരത്തിന് ആദ്യമായി ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കൊട്ടാരക്കര ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ചടയമംഗലത്ത് എത്തിച്ചേരുന്നതാണ്. അതിന് തത്സമയ ദൃശ്യമാണ് സാക്ഷി TV പ്രേക്ഷകർക്ക് വേണ്ടി തത്സമയം എത്തിക്കുന്നത്. തിരുവാഭരണം ചടയമംഗലത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ ഭക്തജനങ്ങൾക്ക് നാളെ വൈകിട്ട് 4 മണി വരെ തിരുവാഭരണം കണ്ട് ദർശനം നടത്തുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് സ്വയം വിമർശനം എന്നുള്ള നിലയിൽ ഒരു കാര്യം പറയാനുള്ളത്, ചടയമംഗലത്തിന്റെ ദേശീയ ഉത്സവമാണ് ചടയമംഗലം കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം. വിവിധ കരകളിൽ നിന്നുള്ള പേട്ടകൾ, ചടയമംഗലം ടൗൺ കംപ്ലീറ്റ് ദീപാലങ്കാരം, ചടയമംഗലത്തുള്ള സർവ്വദേശവാസികളും അന്യ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും മകരവിളക്കിന് ചടയമംഗലത്ത് എത്തിച്ചേരും. എന്നാൽ നമ്മുടെ ഈ തിരുവാഭരണ ഘോഷയാത്ര അത്ര ശോഭിച്ചയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് സ്വയം വിമർശനമെന്ന് ഞാൻ പറഞ്ഞത്, അതിന് മഹാദേവ ക്ഷേത്രോപദേശ സമിതി കാരണക്കാരാണ്, കുഞ്ഞയ്യപ്പ ക്ഷേത്രോപദേശ സമിതി കാരണക്കാരാണ്, മറ്റെല്ലാവരും അതിന് കാരണക്കാരാണ്. അടുത്ത വർഷം ഇത് ഈ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. തിരുവാഭരണം കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് ആ ദേശത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് എല്ലാ ഭക്തജനങ്ങളും വരാൻ തയ്യാറുമാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് കൂടി മാറ്റിയാൽ നമ്മുടെ ദേശീയ ഉത്സവം, നമ്മുടെ നാടിന്റെ ഉത്സവം വളരെ ഗംഭീരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ. ഒരു ആലോചന പോലും നിങ്ങളൊക്കെ മാറി നമ്മൾ കിട്ടാതെ പണ്ട് ഇവിടെ നമ്മൾ മത്സരാർത്ഥികളാണ്. ഈ വന്നത് ഒരു ആലോചന നമുക്ക് കിട്ടത്തില്ല. നമ്മൾ നല്ല പേട്ട
ശ്രീഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിൽ 11ാമത് ലക്ഷദ്വീപ മഹായജ്ഞം 2025 ജനുവരി 14 1200 സ്വാമിയേ വാഞ്ചേന്യം മണക്കട്ടോ കുതിക്കോ ജയരാജ് വേണ്ട ഇച്ചിരി കൂടെ വേറെയും കൂടെ പറയും എനിക്കറിഞ്ഞൂടല്ലേ എൻ്റെ അമ്മാവനെ പറയിപ്പിക്കുന്നതായ വല്ലതും കിട്ടുന്നുണ്ടോ? നാരായണായ നമഃ
ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണം കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രത്തിൽ നിന്നും ഏറ്റുവാങ്ങി ഉടൻ തന്നെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രശസ്ത ഭാഗങ്ങൾ സാക്ഷി TV തത്സമയം സംപ്രേഷണം ചെയ്യും. അനിയനി Bluetooth mode. Play by USB drive. ശുദ്ധി സമ്പുട മൗക്തിക പുലിക്കോട് ഇവിടെ ഒരെണ്ണമുണ്ട്. നമ്മളിവിടെ വാളം എത്തുന്നതിന് മുമ്പേ അങ്ങോട്ടെ എന്താ പേര് മഹാദേവ ക്ഷേത്രം. പനവയിൽ മഹാദേവ ക്ഷേത്രം, പിന്നെ വാളകം, ഗോശാല, പുലിക്കോട്, വൈക്കൽ. ഭഗവാന്റെ തിരുവാഭരണം ഏറിയുള്ള രഥം കൊട്ടാരക്കര ക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്നും പനവേലി, വാളകം, പുലിക്കോട്, വയക്കൽ തുടങ്ങിയ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചടയമംഗലം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാന് നാളെ അണിയാനുള്ള തിരുവാഭരണം വധിച്ചുകൊണ്ടുള്ള രഥം കൊട്ടാരക്കര ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു തുടങ്ങി. തത്സമയ ദൃശ്യം സാക്ഷി TV പ്രേക്ഷകർക്കായി തത്സമയം എത്തിക്കുന്നതാണ്. നമുക്ക് നേരത്തെ അനൗൺസ്മെന്റ് ടിക്കറ്റ് കിട്ടും.
സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ഭഗവാന് ചാർത്തുവാനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കൊട്ടാരക്കര ദേവസ്വം ഓഫീസിൽ നിന്നും ആരംഭിച്ച് ഇതാ ഈ വഴിത്താരുകളിലൂടെ കടന്നു വരുന്നു. ശാസ്ത്രത്തിന്റെ താഴെയോലകളിൽ നിന്നും കണ്ടെടുത്ത ആചാരാനുഷ്ഠാന വിശ്വാസപ്രകാരം കാണുവാനും കേൾക്കുവാനും കഴിവുള്ള ഭൂമുഖത്തെ സകല ചരാചരങ്ങൾക്കും വേണ്ടി ആദിയും അമരവുമായ സനാതന മഹാധർമ്മത്തിന്റെ കാലം തകർക്കാത്ത ആചാരം തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. പുണ്യം പേറുന്ന പുഴകളും പുകൾപ്പെട്ട ഗിരികളും തീർത്ഥസ്ഥലികളും പക്ഷിമൃഗാദികളും സസ്യലതാദികളും ജാത്യാദി വൈരം മറന്നൊത്തുചേരുന്ന അത്യപൂർവ ഭക്തിനിർഭര നിമിഷം തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു. വൃശ്ചിക പുലർവേള നീരാടി വൃശ്ചിക പുലർവേള നീരാടി നിർമാല്യം ദർശനം നടത്തുന്നീ തിരുനടയിൽ. അശരണർക്ക് അഭയവരദായകനായി, ആലംബഹീനർക്ക് ആശ്രിത വത്സലനായി, പതിതർക്ക് പഥദർശിയായി, ദുഃഖിതർക്ക് സ്നേഹസാന്ത്വനമായി, ദുഷ്ടന്മാർക്ക് പേടി സ്വപ്നമായി, ദേശവാസികൾക്ക് പ്രിയതോടനായി ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി. ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമിക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. താലപ്പൊലി പൂപ്പൊലി പൂപ്പൊലി കർപ്പൂരക്കതിരൊളി പൊന്നൊളി ആനമ്പലമുറ്റത്തെത്തി പാലക്കൊമ്പെഴുന്നള്ളത്ത് പാലക്കൊമ്പെഴുന്നള്ളത്ത്. സൗവർണപ്രഭയാൽ ഭക്തിയും ശക്തിയും നിറഞ്ഞൊഴുകുന്ന അതിപുരാതനമായ ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം ഭക്തിയുടെയും സ്നേഹത്തിന്റെയും വിവിധ രസഭാവങ്ങളിൽ ഭക്തജന മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം. അവിടെ പ്രകൃതി ഒരുക്കിയതും ഭക്തിക്ക് നിദാനവുമായ അന്തരീക്ഷം, അലസമായടിക്കുന്ന മന്ദമാരുതം പോലും ഔഷധ സുഗന്ധം പരത്തി പരിലസിക്കുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം. മകരസംക്രമദീപാവലി മനസ്സിനുള്ളിൽ മണികണ്ഠാനി തെളിഞ്ഞു നിൽക്കുന്നു. അതുല്യ പ്രകൃതിയുടെയും അസുലഭ സൗഭാഗ്യങ്ങളുടെയും നാട്. അവിടെ അഷ്ടൈശ്വര്യങ്ങളും അപൂർവ സൗഭാഗ്യങ്ങളും ആനന്ദദായക ജീവിത മുഹൂർത്തങ്ങളും കനിഞ്ഞരുളുന്ന കാരുണ്യമൂർത്തി ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി. ഒരു നാടിന്റെയാകെ ആശ്വാസമായി, മായമില്ലാത്ത വിശ്വാസമായി, അഭയം തേടിയെത്തുന്നവർക്ക് സാന്ത്വനമേകുന്ന നിതാന്ത സ്നേഹത്തിന്റെ ഉത്തുംഗ ശ്രീകോവിലിൽ വാണരുളുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. മന്ദാരം മലർമഴ ചൊരിയും മനം കൊണ്ട് വിളിക്കുന്നവർക്ക് അമൃതവർഷം ചൊരിയുന്ന മഹാശക്തി സ്വരൂപൻ, വേദനകളെ പൂകൊണ്ട് പുൽകുന്ന ഭഗവാൻ, ഭക്തജന മനസ്സുകളിലെ സുന്ദര സ്വപ്നങ്ങളെ സാഫല്യത്തിന്റെ പട്ടുടയാട ചാർത്തിക്കുന്ന ചിൽ സ്വരൂപൻ, ഭക്തിയോടെ മനമുരുകി വിളിച്ചാൽ ഇഷ്ടവരവും സർവൈശ്വര്യവും തരുന്ന ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി. ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്ര തിരുസന്നിധിയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതാ കടന്നുവരുന്നത്. ശബരിമലയിലെ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതേ രീതിയിൽ അനുഷ്ഠിച്ചു വരുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രം.
ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവില്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതാ കടന്നു വരുന്നത്. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ഭഗവാന് ചാർത്തുവാനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പമ്പവിളക്ക് ദിവസം കൊട്ടാരക്കര ദേവസ്വം ഓഫീസിൽ നിന്നും ആരംഭിച്ച് ഇതാ ഈ വഴിത്താരുകളിലൂടെ കടന്നുവരുന്നു. പമ്പവിളക്ക് ദിവസം ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവില്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കാളികളാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റ് ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. നാടും നഗരവും കടന്ന് ഭക്തജനങ്ങൾ നൽകിയ ഭക്തിസാന്ദ്രമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പുണ്യപുരാതന ക്ഷേത്ര ദർശന സായുജ്യത്തോടെ ആയിരക്കണക്കിന് ഭക്തർ നൽകിയ പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവില്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്ര തിരുസന്നിധിയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇതാ കടന്നു വരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. അഖിലാണ്ട ബ്രഹ്മത്തിൻ ആനന്ദമേകുവാൻ അവതാരം കൈക്കൊണ്ട കാരുണ്യമേ. അഖിലാണ്ട ബ്രഹ്മത്തിൻ ആനന്ദമേകുവാൻ അവതാരം കൈക്കൊണ്ട കാരുണ്യമേ. കൊട്ടാരക്കര തമ്പുരാന്റെ രഥചക്രങ്ങൾ ഉരണ്ട ഈ രാജവീഥികളെ ശരണം വിളികളോടെ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ച് ഈ നാടും നഗരവും ഭക്തിയിൽ ആറാടിച്ച് തിരുവാഭരണ ഘോഷയാത്ര ഇതാ കടന്നു വരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ഭഗവാന് ചാർത്തുവാനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കൊട്ടാരക്കര ദേവസ്വം ഓഫീസിൽ നിന്നും ആരംഭിച്ച് ഇതാ ഈ വഴിത്താരകളിലൂടെ കടന്നുവരുന്നു. ശാസ്ത്രത്തിന്റെ താളയോലകളിൽ നിന്നും കണ്ടെടുത്ത ആചാരാനുഷ്ഠാന വിശ്വാസപ്രകാരം കാണുവാനും കേൾക്കുവാനും കഴിവുള്ള ഭൂമുഖത്തെ സകല ചരാചരങ്ങൾക്കും വേണ്ടി ആദിയും അമരവുമായ സനാതന മഹാധർമ്മത്തിന്റെ കാലം തകർക്കാത്ത ആചാരം തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള രഥവും കൊട്ടാരക്കരയിലെ പക്ഷിമൃഗാദികളും സസ്യമൃഗാദികളും ജാത്യാദി വൈരം മറന്നൊത്തുചേരുന്ന അത്യപൂർവ ഭക്തിനിർഭര നിമിഷം തിരുവാഭരണ ഘോഷയാത്ര പിന്നാലെ പുലർവേള നീരാടി നീരാടി ദർശനം നടത്തുമീ തിരുനടയിൽ. അശരണർക്ക് അഭയവരദായകനായി, ആലംബഹീനർക്ക് ആശ്രിത വത്സലനായി, പതിതർക്ക് പഥദർശിയായി, ദുഃഖിതർക്ക് സ്നേഹസാന്ത്വനമായി, ദുഷ്ടന്മാർക്ക് പേടി സ്വപ്നമായി, ദേശവാസികൾക്ക് പ്രിയതോടനായി ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവില്ലി സ്വാമി ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവില്ലി സ്വാമിക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. താലപ്പൊലി പൂപ്പൊലി പൂപ്പൊലി കർപ്പൂര കതിരൊളി പൊന്നൊളി ആലമ്പലമുറ്റത്തെത്തി പാലത്തു
ഭക്തിയും ശക്തിയും നിറഞ്ഞൊഴുകുന്ന അതിപുരാതനമായ ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രം ഭക്തിയുടെയും സ്നേഹത്തിന്റെയും വിവിധ രസഭാവങ്ങളിൽ ഭക്തജന മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രം. അവിടെ പ്രകൃതി ഒരുക്കിയതും ഭക്തിക്ക് നിദാനവുമായ അന്തരീക്ഷം, അലസമായടിക്കുന്ന മന്ദമാരുതൻ പോലും ഔഷധ സുഗന്ധങ്ങളെ പരിലസിക്കുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രം. അതുല്യ പ്രകൃതിയുടെയും അസുലഭ സൗഭാഗ്യങ്ങളുടെയും നാട്. അവിടെ അഷ്ടൈശ്വര്യങ്ങളും അപൂർവ സൗഭാഗ്യങ്ങളും ആനന്ദദായക ജീവിത മുഹൂർത്തങ്ങളും കനിഞ്ഞരുളുന്ന കാരുണ്യമൂർത്തി ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി. ഒരു നാടിന്റെയാകെ ആശ്വാസമായി, മായമില്ലാത്ത വിശ്വാസമായി, അഭയം തേടിയെത്തുന്നവർക്ക് സാന്ത്വനമേകുന്ന നിതാന്ത സ്നേഹത്തിന്റെ ഉത്തുംഗ ശ്രീകോവിലിൽ വാണരുളുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. മലർമഴ ചൊരിയും പാവനമലയിൽ മനംകൊണ്ട് വിളിക്കുന്നവർക്ക് അമൃതവർഷം ചൊരിയുന്ന മഹാശക്തി സ്വരൂപൻ, വേദനകളിൽ പൂകൊണ്ട് പുൽകുന്ന ഭഗവാൻ, ഭക്തജന മനസ്സുകളിലെ സുന്ദര സ്വപ്നങ്ങളെ സാഫല്യത്തിന്റെ പട്ടുടയാട ചാർത്തിക്കുന്ന ചിൽ സ്വരൂപൻ, ഭക്തിയോടെ മനമൊരുങ്ങി വിളിച്ചാൽ ഇഷ്ടവരവും സർവൈശ്വര്യവും തരുന്ന ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി. ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്ര തിരുസന്നിധിയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതാ കടന്നു വരുന്നത്. ആനയിറങ്ങും മാമലയിൽ ശബരിമലയിലെ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ നവേരീതിയിൽ അനുഷ്ഠിച്ചു വരുന്ന ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രം. ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതാ കടന്നു വരുന്നത്. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷസ്വാമി ശരണം വിളിച്ചു തൊഴുതു വലഞ്ചിക്കുന്നു അയ്യപ്പ ഭഗവാന് ചാർത്തുവാനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പമ്പവിളക്ക് ദിവസം കൊട്ടാരക്കര ദേവസ്വം ഓഫീസിൽ നിന്നും ആരംഭിച്ച് ഇതാ ഈ വഴിത്താരുകളിലൂടെ കടന്നുവരുന്നു. പമ്പവിളക്ക് ദിവസം ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കാളികളാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റ് ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. നാടും നഗരവും കടന്ന് ഭക്തജനങ്ങൾ നൽകിയ ഭക്തിസാന്ദ്രമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു. പുണ്യപുരാതന ക്ഷേത്ര ദർശന സായുജ്യത്തോടെ ആയിരക്കണക്കിന് ഭക്തർ നൽകിയ പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചടയമംഗലം പാട്ടുപുരയ്ക്കൽ ആയിരവല്ലി ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്ര തിരുസന്നിധിയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇതാ കടന്നുവരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. അഖിലാണ്ട ബ്രഹ്മത്തിൻ ആനന്ദമേകുവാൻ അവതാരം കൈക്കൊണ്ട കാരുണ്യമേ, അഖിലാണ്ട ബ്രഹ്മത്തിൻ ആനന്ദമേകുവാൻ അവതാരം കൈക്കൊണ്ട കാരുണ്യമേ,
കൊട്ടാരക്കര തമ്പുരാന്റെ രഥചക്രങ്ങൾ ഉരണ്ട ഈ രാജവീഥികളെ ശരണം വിളികളോടെ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ച് ഈ നാടും നഗരവും ഭക്തിയിൽ ആറാടിച്ച് തിരുവാഭരണ ഘോഷയാത്ര ഇതാ കടന്നുവരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ഭഗവാന് ചാർത്തുവാനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കൊട്ടാരക്കര ദേവസ്വം ഓഫീസിൽ നിന്നും ആരംഭിച്ച് ഇതാ ഈ വഴിത്താരകളിലൂടെ കടന്നുവരുന്നു. ശാസ്ത്രത്തിന്റെ താലോലകളിൽ നിന്നും കണ്ടെടുത്ത ആചാരാനുഷ്ഠാന വിശ്വാസപ്രകാരം കാണുവാനും കേൾക്കുവാനും കഴിവുള്ള ഭൂമുഖത്തെ സകല ചരാചരങ്ങൾക്കും വേണ്ടി ആദിയും അമരവുമായ സനാതന മഹാധർമ്മത്തിന്റെ കാലം തകർക്കാത്ത ആചാരം തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു. എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും തിരുവാഭരണ സംരക്ഷണ ട്രസ്റ്റിന്റെ ഉത്സവാശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. തത്സമയ സംപ്രേഷണം ഒരല്പസമയത്തിന് ശേഷം വീണ്ടും തുടരുന്നതാണ്. നിമിഷം തിരുവാഭരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു.